ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെൻ്ററി പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പേഴ്സാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ എല്ലാവരും കേട്ട് പരിചയമുള്ളതായിരിക്കും ക്വാണ്ടം നമ്പേഴ്സ്. ഒരു ക്വാണ്ടം സ്റ്റേറ്റിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ഇലക്ട്രോണിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആ ക്വാണ്ടം നമ്പർ കണ്ടാൽ സാധാരണ മനസ്സിലാവാറുണ്ട്. അതുപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എലമെൻ്ററി പാർട്ടിക്കിൾസിനും ചില ക്വാണ്ടം നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ. ഈച്ച് lepton is assigned with a quantum number L called lepton quantum number. According to this convention, നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഈ ഓരോ ലെപ്റ്റോണിൻ്റെയും ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ എന്താണ്, +1 ആണ്. ആൻഡ് കറസ്പോണ്ടിങ് ടു ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് lepton quantum number is -1. Corresponding to a particle which is not a lepton or not a anti-lepton. lepton അല്ല ആൻറ്റി-lepton അല്ലെങ്കിൽ ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് ലെപ്റ്റോൺസ്? ഇലക്ട്രോണ്, മ്യൂൺ, ടോൺ, പിന്നെ ഓരോന്നിൻ്റെ ന്യൂട്രിനോ ഉണ്ടാവും. ഇലക്ട്രോൺ ന്യൂട്രിനോ, മ്യൂൺ ന്യൂട്രിനോ, പിന്നെ ടോൺ ന്യൂട്രിനോ, പിന്നെ ഓരോന്നിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ E+, പിന്നെ മ്യൂവിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ μ+. അത് ഇതിൻ്റെയൊക്കെ ചാർജ് മൈനസാണ് ഈ മൂന്നിൻ്റെ. പിന്നെ ടോൻ്റെ ടോ+. പിന്നെ ഇതിൻ്റെ ഇലക്ട്രോൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ഇങ്ങനെയാണ്, ഒരു ബാർ ഇട്ട് കാണാൻ റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ മ്യൂൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ഇങ്ങനെ, പിന്നെ ടോ ന്യൂട്രിനോൻ്റെ അതിൻ്റെ ബാർ ഇടുക. അപ്പോൾ L = എന്താണ്? L ഇൻ ജനറൽ L പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നാണ്, 1 ടോണിൻ്റെ 1 ലെപ്റ്റോൺ നമ്പർ, ഇതിൻ്റെ 1, ഇതിൻ്റെ 1, ഇതിൻ്റെ 1 ഒക്കെ പാർട്ടിക്കിൾസാണ്. ഇനി ആൻറ്റി പാർട്ടിക്കിൾ ആണെങ്കിലോ നമുക്കൊരു വര വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ലെപ്റ്റോൺ നമ്പർ ഇപ്പോൾ ഈ ലെപ്റ്റോൺസിൻ്റെ ഒക്കെ +1 ആയിരിക്കും. ഈ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ ആണെങ്കിൽ ഇവിടെ -1 ആയിരിക്കും, ഇവിടെ -1 ആയിരിക്കും, ഇവിടെ -1 ആയിരിക്കും. ഇതൊക്കെ ആൻറ്റി പാർട്ടിക്കിളാണ്, ഇതൊക്കെ -1. ഇനി നമുക്ക് മറ്റൊരു തരത്തിലും പറയാം, LE എന്ന് പറയാം. LE എന്ന് പറയുകയാണെങ്കിൽ ഇതിലൊന്നായിരിക്കും. അതുപോലെ ഇതിൻ്റെ ന്യൂട്രിനോൻ്റെ അവിടെ 1 ആയിരിക്കും. പിന്നെ ഇലക്ട്രോണിൻ്റെ അവിടെ 1 ആയിരിക്കും, ഇലക്ട്രോൺ ന്യൂട്രിനോൻ്റെ അവിടെ 1 ആയിരിക്കും. പിന്നെ ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ അവിടെ -1 ആയിരിക്കും. പിന്നെ ഇലക്ട്രോൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ അവിടെയും -1 ആയിരിക്കും. ബാക്കിയുള്ളടത്തൊക്കെ LE 0 ആയിരിക്കും. നോട്ട് L ബട്ട് LE. ഇതൊക്കെ 0 0 0 0 0 0. ഇനി L മ്യൂ ആണെങ്കിലോ ഇവിടെ 0. L മ്യൂ ആണെങ്കിൽ ഇലക്ട്രോൺ എവിടെ മാത്രമേ +1 ഉണ്ടാവുക? മ്യൂവിൻ്റെ അവിടെ +1 ആയിരിക്കും. മ്യൂൺ ന്യൂട്രിനോൻ്റെ അവിടെ +1 ആയിരിക്കും. പിന്നെ μ+ൻ്റെ അവിടെ -1 ആയിരിക്കും. മ്യൂൺ ന്യൂട്രിനോൻ്റെ അവിടെ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ അവിടെ -1. ബാക്കിയുള്ളടത്തൊക്കെ 0. കാരണം L മ്യൂ എന്ന് പറഞ്ഞാൽ അത് മ്യൂവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിളാണ്. മ്യൂവുമായി ബന്ധപ്പെട്ടത് മ്യൂ ആവണം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ മ്യൂൺ ആവണം, അല്ലെങ്കിൽ മ്യൂൺ ന്യൂട്രിനോ ആവണം, അല്ലെങ്കിൽ മ്യൂണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആവണം, അല്ലെങ്കിൽ മ്യൂൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആവണം. അപ്പോഴേ L മ്യൂവിൻ്റെ അവിടെ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ 0 ആയിരിക്കും. വെറും L എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ +1 ആണ്. ഇവിടെ 0, ഇവിടെ 0. ഇനിയിപ്പോൾ L ടോ ആണെങ്കിലോ ഇവിടെ 0, ഇലക്ട്രോണിൻ്റെ സ്ഥാനത്ത് 0, പിന്നെ 0. ടോൻ്റെ അവിടെ 1 ഉണ്ടാവും, ടോ ന്യൂട്രിനോൻ്റെ അവിടെ 1 ഉണ്ടാവും. പിന്നെ ടോൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ അവിടെ -1 ഉണ്ടാവും. ടോൻ്റെ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ അവിടെ -1 ഉണ്ടാവും. ഇവിടെ ഇത് ടോൺ. ഓക്കെ.
-1 ബാക്കിയുള്ളിടത്തൊക്കെ 0. അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഫോർ എനി പ്രോസസ് L ഈസ് കൺസർവ്ഡ്. ഇങ്ങനെയും പറയാം, LE ഈസ് കൺസർവ്ഡ്. ഇപ്പോൾ നമ്മൾ LEൻ്റെ കൺസർവേഷൻ നോക്കിയാൽ അത് കൺസർവ്ഡ് ആയിരിക്കും. L2ൻ്റെ കൺസർവേഷൻ നോക്കിയാൽ അതും കൺസർവ്ഡ് ആയിരിക്കും. പിന്നെ L mu അതും കൺസർവ്ഡ് ആയിരിക്കും. അതായത് ഒരു പ്രോസസ്സിൻ്റെ രണ്ട് സൈഡ്, ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിളാണിത്. N goes to P plus E plus mu ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ എഴുതി നോക്കാം. PE N goes to P plus ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോ. ഇപ്പോൾ ഇവിടെ നമ്മൾ വെറും ലെപ്റ്റോൺ നമ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ന്യൂട്രോൺ ഈസ് നോട്ട് എ ലെപ്റ്റോൺ, ദെർഫോർ lepton quantum number is 0. Proton is not lepton, therefore its lepton quantum number is 0. Electron is a lepton, therefore its lepton quantum number is +1. പിന്നെ ഇലക്ട്രോൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആണിത്, therefore this is an anti particle, therefore lepton quantum number is -1. അപ്പോൾ ഇവിടുത്തെ ലെപ്റ്റോൺ നമ്പർ ടോട്ടൽ നോക്കുക. ഈ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ളത് പ്രോസസ്സിൻ്റെ ഈ സൈഡിലുള്ളത് LHS അത് 0 ആണ്. ഈ സൈഡിൽ മാത്രം RHS നോക്കുകയാണെങ്കിലോ 0 + 1 + -1 ദാറ്റ് ഈക്വൽ ടു 0. രണ്ട് സൈഡിലും 0, ഇറ്റ് ഈസ് കൺസർവ്ഡ്. ഇനി LE നോക്കുക. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ -1 ആണ്. ഈ ടേബിളിൽ നോക്കിയാൽ ഇപ്പോൾ കൺസർവ്ഡ് ആണ്. ഇവിടെ മൊത്തം 0, ഇവിടെയും മൊത്തം 0. L mu നോക്കുകയാണെങ്കിലോ 0 0, ഇവിടെ mu ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഫുള്ള് 0, അപ്പോഴും കൺസർവ് ആണ്. L2 നോക്കുകയാണെങ്കിലും കൺസർവ് ആണ്, 0 0 0 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺസർവേഷൻ രണ്ട് സൈഡിലും സമ്മ് നോക്കിയാൽ ടോട്ടൽ എന്താവണം? കൺസർവ്ഡ് ആണ്. അങ്ങനെയാണ് ലെപ്റ്റോൺ ക്വാണ്ടം നമ്പറിൻ്റെ കാര്യം. അപ്പോൾ ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ, വെറും ലെപ്റ്റോൺ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ L എന്ന് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എല്ലാ ലെപ്റ്റോൺസിനും ഇത് +1 ആയിരിക്കും, ആൻറ്റി ലെപ്റ്റോൺസിന് -1 ആയിരിക്കും. LE എന്ന് സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ ന്യൂട്രിനോ, ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളായ പോസിട്രോൺ, ഇലക്ട്രോൺ ന്യൂട്രിനോയുടെ ആൻറ്റി പാർട്ടിക്കിളായ ഇലക്ട്രോൺ ന്യൂട്രിനോ ബാർ, ഈ നാലാണ് ഈ ഇലക്ട്രോണുമായി അസോസിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ 4ൻ്റെ കേസിൽ അവിടെ +1 -1 ഒക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയും കൺസർവേഷൻ നോക്കാം, ഇങ്ങനെയും നോക്കാം. ചില സമയത്ത് ഇതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടാവും, LE L mu L2. ചില സമയത്ത് ഇത് മാത്രം മതിയോ. Okay, thank you. That's all about this video.